ലിജോ, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് അവിടെ ചികിത്സയിലുള്ള അമ്മയുടെ മൊഴി എന്തായിരിക്കും എന്നതായിരിക്കും. അപ്പോൾ അവർക്ക് ബോധം വന്നുവെങ്കിലും അവരിൽ നിന്ന് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായി എന്തെങ്കിലും ഒരു നിർണായകമായ ലീഡ് ഈ കേസിൽ കിട്ടും എന്ന് പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ടോ? അവിടെ നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റ് എന്താണ്? ശരി, ഞാനൊന്ന് വരാം ലിജോയിലേക്ക്. ഇപ്പോൾ RB സനൂപ് എന്നോടൊപ്പം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന്. സനൂപ്, മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിവരങ്ങൾ എന്താണ്? എല്ലാവരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചോ? നിഷാദ്, പ്രതി അഫാൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. എലിവിഷൻ കഴിച്ചു എന്ന വിവരത്തെ തുടർന്നാണ് ഇന്നലെ പ്രതിയായ അഫാനെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. ഇപ്പോഴും പ്രതി ഈ ആശുപത്രിയിലെ ചികിത്സയുമായിട്ട് സഹകരിക്കുന്നില്ല എന്നുള്ള വിവരമാണ് പറയേണ്ടത്. ഇന്നലെ ഈ എലിവിഷൻ കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആദ്യഘട്ടത്തിൽ ഈ ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റുമൊക്കെ സഹകരിച്ചു. പക്ഷേ വയറ് കഴിക്കുള്ള ചികിത്സയ്ക്കൊന്നും തന്നെ അഫാൻ സഹകരിച്ചിരുന്നില്ല. ഇന്നിപ്പോൾ 1-ാം വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ലഹരി പദാർത്ഥം ഉപയോഗിച്ചോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടി രക്തം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതേപോലെ ഈ കയ്യിലിട്ടിരുന്ന ഡ്രിപ്പിന്റെ ക്യാനുലേക്ക് വലിച്ചു ഊരുന്ന ഒരു സ്ഥിതിയും ആശുപത്രിയിലുണ്ട്. അതുകൊണ്ട് മാനസിക നില പരിശോധിക്കാനും ഡോക്ടർമാർ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഡിസ്ചാർജ് ഉണ്ടാവില്ല എന്നാണ് ഡോക്ടർമാർ അറിയിച്ചത്. ഈ എലിവിഷത്തിന്റെ എഫക്ട് അതൊരു ശരീരത്തിൽ പിടിക്കാൻ വേണ്ടി 3 ദിവസമെങ്കിലും എടുക്കും. അതുകൊണ്ട് 3 ദിവസമെങ്കിലും നിരീക്ഷണത്തിൽ തുടരേണ്ടി വരും എന്നുള്ള കാര്യമാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. അക്കാര്യം ഡോക്ടർമാർ പോലീസിനെ അറിയിക്കും. ഡിസ്ചാർജ് ചെയ്താൽ മാത്രമേ പോലീസ് ഈ അറസ്റ്റിലടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇൻക്വസ്റ്റ് നടപടികളും മറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മൃതദേഹങ്ങൾ അല്പസമയത്തിനകം അതാത് സ്ഥലങ്ങളിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഈ കാണുന്ന മോർച്ചറിയിലേക്ക് എത്തിക്കും. 5 പേരുടെയും മൃതദേഹം ഇവിടെ എത്തിക്കും. ഇനി ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഇന്നലെ അഫാൻ പോലീസിന് നൽകിയ മൊഴി പ്രകാരം അച്ഛനുണ്ടാക്കിയ സാമ്പത്തിക പ്രശ്നത്തിനെ തുടർന്നാണ് ഈ 5 പേരെയും കൊന്നു എന്നുള്ള കാര്യം, അതും ആരും കൊലയായിരുന്നു. കേരളം തന്നെ ഞെട്ടിപ്പോയ ആ കൊലപാതകം നടത്തി എന്നുള്ള കാര്യം അറിയിച്ചത്. പക്ഷേ പോലീസ് ഇപ്പോഴും ഈ മൊഴി വിശ്വസിക്കുന്നില്ല. വിശദമായിട്ടുള്ള മൊഴി, അഫാന്റെ മൊഴി രേഖപ്പെടുത്താനും കഴിഞ്ഞിട്ടില്ല. ഇന്നലെ മജിസ്ട്രേറ്റിന് മുമ്പാകെ മൊഴിയൊക്കെ രേഖപ്പെടുത്തിയെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു കാരണം എന്തുകൊണ്ടാണ് ഈ 5 പേരെയും, അതും ഏറ്റവും അടുത്ത ആളുകൾ, ഈ ആളുകളായിട്ടുള്ള 5 പേരെയും കൊല്ലാനുണ്ടായിട്ടുള്ള കാരണം എന്നുള്ളതിലേക്ക് പോലീസിന് ഇതുവരെയും എത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രാഥമിക അന്വേഷണം മറ്റുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ കാര്യം, അഫാനും പണം ആവശ്യമുണ്ടായിരുന്നു. അടിയന്തരമായിട്ട് പണം വേണ്ട ഒരു ഘട്ടം എത്തി. അതുകൊണ്ട് 2 ദിവസം മുമ്പ് തന്നെ അച്ഛന്റെ അമ്മയായിട്ടുള്ള സൽമ ബീവിയെ പാങ്ങോടുള്ള വീട്ടിലെത്തി കാണുകയും കഴുത്തിലുണ്ടായിരുന്ന 4 പവന്റെ മാല തനിക്ക് വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ സൽമ ബീവി അത് നൽകാൻ തയ്യാറായില്ല. ഇന്നലെയും ഈ മാല അന്വേഷിച്ച് എത്തിയിരുന്നു. പക്ഷേ മാല കാണാത്തതിനെ തുടർന്നാണ് ഈ സൽമ ബീവിയെ ആദ്യം കൊല്ലാൻ തീരുമാനിച്ചത്. അതിനു മുമ്പേ തന്നെ അമ്മ ഷെമിയെ മുഖം മറച്ച്, മുഖം പൊത്തി തലയ്ക്കടിച്ച് റൂമിൽ പൂട്ടിയിട്ടിരുന്നു. മരിച്ചു എന്നാണ് പ്രതി കരുതിയത്. അതിനുശേഷമാണ് പാങ്ങോട് വന്ന സൽമ ബീവിയെ കാണുന്നത്. പക്ഷേ അവിടെ നിന്നും മാല ലഭിക്കാത്തതിന്റെ ദേഷ്യത്തിൽ സൽമ ബീവിയെ തലയ്ക്കടിച്ചു കൊന്നു എന്ന് പോലീസ് കരുതുന്നു. അതിനുശേഷമാണ് ഈ സൽമ ബീവിയുടെ മാല ഒരുപക്ഷെ ഏറ്റവും പ്രിയപ്പെട്ട മകനായിട്ടുള്ള ലത്തീഫിന്റെ കയ്യിൽ കാണും എന്നുള്ള സംശയത്തെ തുടർന്ന് എസ്.എൻ. പുരത്തുള്ള ലത്തീഫിന്റെ വീട്ടിലേക്ക് വരുന്നത്. അവിടെ വെച്ച് ലത്തീഫിനെയും ഭാര്യ ഷാഹിദയെയും കൊലപ്പെടുത്തുന്നു. പിന്നാലെ വൈകുന്നേരത്തോടു കൂടി പെൺ സുഹൃത്തായിട്ടുള്ള ഫർഷാനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി പേരുമലയുള്ള വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ വെച്ച് ഫർഷാനെയും കൊലപ്പെടുത്തുന്നു. അപ്പോഴാണ് ഏറ്റവും ഇളയ അനിയൻ, 9ാം ക്ലാസ് മാത്രം പഠിക്കുന്ന അനിയൻ അവിടെ വരുന്നത്. അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം മന്തിയായിരുന്നു. ആ മന്തി അവനെ കൊണ്ട് തന്നെ വാങ്ങിപ്പിച്ച് വീട്ടിൽ കൊണ്ടുവരികയും അത് കഴിച്ചുകൊണ്ടിരുന്ന ഈ അനിയനെ കൊലപ്പെടുത്തുകയും ചെയ്തത്. അതേ മന്തിയിൽ വിഷം കലർത്തിയാണ് അഫാനും എലിവിഷൻ കഴിച്ചു എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പിന്നാലെ കീഴടങ്ങുന്നത്. പക്ഷേ ഇപ്പോഴും പോലീസിന് മുമ്പിലുള്ള ഒരു വെല്ലുവിളി, അഫാന് പണം ആവശ്യമായിരുന്നെങ്കിൽ അത് എന്തിനായിരുന്നു അത്രയും തുക? ഈ മാല വേണമെന്ന് വാശി പിടിച്ച് സൽമ ബീവിയുടെ അടുത്ത് എത്തുകയും തുടർന്ന് ഈ കൊലപാതകമൊക്കെ നടത്തുകയും ചെയ്തത് എന്തിനാണ്? ഈ പണം ഒരുപക്ഷെ അഫാന് പറഞ്ഞതുപോലെ
അഫാനി പണം ആവശ്യമായിരുന്നെങ്കിൽ അത് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ള ചോദ്യം, ആ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ പോലീസിന് ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല. അതിലേക്ക് എത്താൻ വേണ്ട നടപടികളാണ് പോലീസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആദ്യം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി 10 മണിയോട് പൂർത്തിയാക്കാൻ വേണ്ടി റൂറൽ എസ് പി KP സുദർശൻ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയായി വരികയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ അതിന്റെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കട്ടെ തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ റൂറൽ എസ് പിയുടെ മേൽനോട്ടത്തിൽ ആറ്റിങ്ങൽ DYSP മഞ്ജുലാൽ നയിക്കുന്ന ഈ അന്വേഷണം അത് എത്തി നിൽക്കുന്നത് എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യം കിട്ടാത്തതിലാണ്. ഈ കൊലപാതകം എന്തിനാണ് ഇദ്ദേഹം ചെയ്തത് എന്ന കാര്യത്തിൽ പോലീസിന് ഇപ്പോഴും വ്യക്തതയില്ല. സാമ്പത്തികമായ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്ന പ്രതിയുടെ മൊഴി വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം, പശ്ചാത്തല സാഹചര്യം അവിടെ ഇല്ല.